പ്രായവും പ്രമേഹവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടല്ലോ. മഴയും മഴക്കാറും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് പ്രായവും പ്രമേഹവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്നത്. അവർക്ക് പരസ്പരം ഒരുപാട് ബന്ധങ്ങളാണുള്ളത്. 6 വയസ്സിൽ പ്രമേഹം വരാം, 60 വയസ്സിലും പ്രമേഹം വരാം. പ്രമേഹത്തിനായിട്ടുള്ള ചികിത്സാവിധികൾ, രോഗിയുടെ വിദ്യാഭ്യാസം, അച്ഛനമ്മമാരുടെ വിദ്യാഭ്യാസം, ചികിത്സ ലഭിക്കുന്നത് പ്രമേഹ വിദഗ്ധരിൽ നിന്നാണോ അല്ലയോ, എത്രമാത്രം അതേക്കുറിച്ച് പഠിച്ചിട്ടാണ് ചികിത്സിക്കുന്നത്, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ പ്രായവുമായിട്ട് പ്രമേഹത്തെ ബന്ധപ്പെടുത്തുന്നു. നമ്മൾ ചിലപ്പോൾ ഒരു 40 വയസ്സുകാരനെ കാണുമ്പോൾ പറയും, അയ്യോ പ്രമേഹം വന്നിട്ട് ഇപ്പോൾ 20 വർഷങ്ങളായി, 40 വയസ്സേ ഉള്ളൂ, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ 65 വയസ്സ് തോന്നിക്കും. ശരിയല്ലേ? അത് ആ ഒരു വാചകത്തിൽ നിന്നും എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? പ്രമേഹത്തിൻ്റെ ചികിത്സ അത് ശാസ്ത്രീയ വിധിപ്രകാരമല്ല ലഭിക്കുന്നത് എങ്കിൽ പ്രമേഹം അകാല വാർദ്ധക്യത്തിന് കാരണമാകും. അകാല വാർദ്ധക്യം എന്ന് പറയുമ്പോൾ അത് ശരീരത്തിനുമാണ്, മനസ്സിനുമാണ്. പ്രമേഹത്തിന് ശരിയായ ചികിത്സ ലഭിക്കാതെയും സ്വീകരിക്കാതെയും ഇരുന്നാൽ, ഞാൻ വാക്കുകൾ ശ്രദ്ധിച്ച് പ്രയോഗിക്കുകയാണ്, കാരണം ബഹുഭൂരിപക്ഷത്തിനും ശരിയായ ചികിത്സ ലഭിക്കാറുണ്ട്, പക്ഷെ ശരിയായ ചികിത്സ സ്വീകരിക്കാറില്ല. അങ്ങനെയാണ് എങ്കിൽ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും വാർദ്ധക്യം നേരത്തെ സംഭവിക്കാം. കണ്ണുകൾക്ക്, വൃക്കകൾക്ക്, തലച്ചോറിന്, നാഡീവ്യൂഹത്തിന് ഒക്കെ വാർദ്ധക്യത്തിൽ വരുന്നത് പോലെയുള്ള ഓരോ രോഗങ്ങൾ ചെറുപ്പത്തിലേ വന്നെത്തും. ചില ആൾക്കാർ കരുതും പ്രമേഹം ചെറുപ്പത്തിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ കാലം ജീവിച്ചിരിക്കാൻ പറ്റില്ല എന്നൊക്കെ. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. പ്രമേഹം ചെറുപ്പത്തിൽ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ടൈപ്പ് 1 ഡയബറ്റീസൊക്കെ കുഞ്ഞുങ്ങളിൽ വരുമ്പോൾ, നിങ്ങൾക്കിനി അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കിനി ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം ജീവിച്ചിരിക്കാനുള്ള ഭാഗ്യമുണ്ട് എന്ന് പറയുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷേ സ്ഥിതി ഇന്ന് മാറിയിരിക്കുന്നു. എങ്കിലും പ്രമേഹം എന്ന ആ രോഗം വിദ്യാഭ്യാസവുമായിട്ട് വളരെ അടുത്ത് ഇടപഴകി ചികിത്സിക്കേണ്ട ഒരു രോഗമായതിനാൽ, കാരണം വിദ്യാഭ്യാസം, അറിവ്, ആ അറിവ് ചികിത്സയിലേക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന ഒരു വിവേകം, സഹായിക്കുവാനും സ്നേഹിക്കുവാനും വീട്ടിലൊപ്പം ഉണ്ടാകേണ്ട ആൾക്കാർ, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ പ്രമേഹ രോഗിക്ക് പ്രായത്തിൻ്റെ കാര്യത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. പ്രായം പ്രമേഹവുമായിട്ട് 2 വിധത്തിലാണ് അടുത്ത് കിടക്കുന്നത്. ഒന്ന് പ്രമേഹ രോഗിയുടെ പ്രായം, 2 പ്രമേഹത്തിൻ്റെ പ്രായം. രണ്ടിനും ഒരുപോലെ തന്നെ പ്രാധാന്യമുണ്ട്. 20 വയസ്സിൽ പ്രമേഹം വരുന്ന ഒരു രോഗിക്ക് ശരിയായ ചികിത്സ ലഭിച്ചില്ല എങ്കിൽ 30ഓ 40ഓ ആകുമ്പോൾ തന്നെ ചിലപ്പോൾ 70ൻ്റെ പ്രായം എത്തി നിൽക്കുന്നതായിട്ട് അനുഭവപ്പെടും. വീട്ടുകാർക്കും അങ്ങനെ തോന്നിയെന്ന് വരും. വളരെ നല്ലൊരു ചികിത്സ ലഭിക്കുകയാണ് എങ്കിൽ 10 വയസ്സിൽ പ്രമേഹം വരുന്ന രോഗിക്ക് 90 കഴിഞ്ഞാലും ജീവിച്ചിരിക്കുവാൻ സാധിക്കും. അങ്ങനെ പ്രമേഹത്തെ നമുക്ക് എത്ര പ്രായമായാലും അതിനെ പരാജയപ്പെടുത്തുന്ന വിധത്തിൽ അതിജീവിച്ച് നമുക്ക് അതിനെ ചികിത്സിക്കുവാൻ. നമുക്ക് അല്പം ചരിത്രത്തിലേക്ക് പോകാം. പ്രമേഹം വളരെ നന്നായി ചികിത്സിക്കുവാൻ കഴിഞ്ഞ് ധാരാളം വർഷങ്ങൾ ജീവിച്ചിരിക്കുവാൻ കഴിയുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ചില രോഗികളുടെ ചരിത്രത്തിലേക്ക്. ഈ ചിത്രം എലിസബത്ത് ഹ്യൂക്സിൻ്റെയാണ്. എലിസബത്ത് ഹ്യൂക്സ് ഭാഗ്യവശാൽ വളരെ സ്വാധീനമുള്ള ഒരു അച്ഛനിൽ പിറന്ന ഒരു മകളാണ്. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ മകളാണ് എലിസബത്ത് ഹ്യൂക്സ്. അതുകൊണ്ട് തന്നെ കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ പ്രമേഹം വന്ന എലിസബത്ത് ഹ്യൂക്സിന് ഓഗസ്റ്റ് 17, 1922 ആദ്യമായിട്ട് ഇൻസുലിൻ ഇഞ്ചക്ഷൻ ലഭിക്കുന്നത്. അതായത് ഇൻസുലിൻ ഇഞ്ചക്ഷൻ കണ്ടുപിടിക്കപ്പെട്ട അതേ വർഷത്തിൽ തന്നെ ഈ കുട്ടിക്ക് അത് ലഭിക്കുകയുണ്ടായി. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ
അവർക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ സാധിച്ചു. ഇങ്ങോട്ട് നോക്കൂ, ഇത് 1980 ചിത്രമാണ്. എലിസബത്ത് ഹ്യൂഗ്സും ഭർത്താവും 3 കുഞ്ഞുങ്ങളും അടങ്ങുന്ന വളരെ സന്തുഷ്ടമായ ഒരു കുടുംബത്തിൻ്റെ ചിത്രം. ടൈപ്പ് 1 പ്രമേഹ രോഗിക്കും വർഷങ്ങളോളം ജീവിച്ചിരിക്കുവാൻ സാധിക്കും എന്നതിൻ്റെ ഒരു തെളിവാണിത്. ഇത് നോക്കൂ, വളരെ അടുത്തിടെ പ്രസിദ്ധീകരിച്ച എല്ലാ മാധ്യമങ്ങളിലും വന്നൊരു വാർത്തയാണ്. 85 വർഷങ്ങളിലേറെ പ്രമേഹവുമായിട്ട് ജീവിച്ച ബോബിൻ്റെ കഥ. 5 വയസ്സിലാണ് പ്രമേഹം വന്നത്. ഭാഗ്യവശാൽ അദ്ദേഹത്തിന് ലഭിച്ചു ഇൻസുലിൻ ഇഞ്ചക്ഷനുകൾ നന്നേ പ്രായത്തിൽ തന്നെ. ബോബ് പ്രമേഹം വെറുതെ ചികിത്സിക്കുകയല്ല ചെയ്തത്. പ്രമേഹ ചികിത്സയിൽ നൂതനമായ എന്തൊക്കെ ആശയങ്ങൾ സംവിധാനങ്ങൾ വന്നോ അതെല്ലാം ചികിത്സയിൽ പ്രയോഗിക്കുകയും ചെയ്തു. 1978 മുതൽ അദ്ദേഹം ഇൻസുലിൻ പമ്പാണ് ചികിത്സയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയത്. നമ്മുടെ നാട്ടിലും ഭാഗ്യമുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഇൻസുലിൻ പമ്പ് ലഭിക്കുന്നുണ്ട്. പണം മാത്രം പോരാ, ഭാഗ്യം വേണം. കാരണം നമുക്ക് ശരിയായ തീരുമാനങ്ങൾ കൃത്യമായ സമയത്തെടുക്കുവാൻ കഴിയുന്നതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ 50 വർഷത്തിലേറെയായിട്ട് പ്രമേഹം ചികിത്സിക്കുന്ന, ഭംഗിയായി ചികിത്സിക്കുന്ന ജോസ്ലിൻ ഡയബറ്റീസ് സെൻറ്റർ തിരഞ്ഞെടുത്ത കുറേ രോഗികളുടെ ചിത്രങ്ങളാണ്. ഒരുപാട് പേർ അങ്ങനെ ജീവിച്ചിരിക്കുകയാണ്. ഇത് എൻ്റെ തന്നെ 300ഓളം പ്രമേഹ രോഗികൾ ഇൻസുലിൻ പമ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ 6 വയസ്സുകാരിയായ ഒരു മിടുക്കിയായ പെൺകുട്ടിയുടെ ചിത്രമാണിത്. ഞാൻ മനഃപൂർവ്വം മുഖം മറച്ചിരിക്കുകയാണ്. ഭാഗ്യമുള്ള കുട്ടിയാണ്. കാരണം അച്ഛനമ്മമാർ ഇൻസുലിൻ പമ്പ് ചികിത്സ തുടങ്ങുവാൻ ഈ ചെറുപ്രായത്തിൽ അതിന് തീരുമാനമെടുത്തു എന്നതാണ് ഈ ഭാഗ്യം എന്ന പ്രയോഗത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഡയബറ്റീസ് വരുമ്പോഴത്തേക്ക്, അതും ചെറുപ്പത്തിൽ ഡയബറ്റീസ് വരുമ്പോൾ നമുക്കൊരു പക്ഷേ വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞു എന്ന് വരില്ല. അവിടെ ഭാഗ്യത്തിന് പ്രധാന പങ്കാണുള്ളത്. അമ്മയുടെ വിദ്യാഭ്യാസത്തിന് സുപ്രധാന പങ്കാണുള്ളത്. അച്ഛൻ്റെ വിദ്യാഭ്യാസത്തിനും പങ്കുണ്ട്, സ്നേഹത്തിന് പങ്കുണ്ട്. അവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. എന്നാൽ മുതിർന്നവർക്കും അതുപോലെ തന്നെയാണ്. പ്രമേഹ ചികിത്സയിൽ ഒരു 10 വർഷങ്ങൾക്കുള്ളിൽ തന്നെ പ്രമേഹം തുടങ്ങി പ്രമേഹം അനിയന്ത്രിതമാകുന്നതിന് മുൻപ് തന്നെ ചികിത്സ നമ്മൾ മാറ്റേണ്ടി വരും. ഗുളികകൾ മാത്രം കഴിച്ച് പ്രമേഹ ചികിത്സ ചെയ്ത ആൾക്കാരുണ്ട്. വൃക്കയെ ബാധിക്കുന്നു, കണ്ണുകൾ റെറ്റിനോപ്പതി വരുന്നു. പ്രായമേറെ ആകുന്നതിന് മുമ്പ് തന്നെ വാർദ്ധക്യം അവർക്ക് തുടങ്ങിക്കഴിഞ്ഞിരിക്കും. ഇൻസുലിൻ ഇഞ്ചക്ഷനുകൾ പ്രമേഹ രോഗ ചികിത്സയ്ക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന് മാത്രമല്ല, അത് തുടങ്ങേണ്ട ആ ഘട്ടത്തിൽ തന്നെ തുടങ്ങണം. 30 വയസ്സിലാണ് ഇൻസുലിൻ ഇഞ്ചക്ഷൻ തുടങ്ങേണ്ടത് എന്ന് സങ്കല്പിക്കുക. അത് 40-ലോ 50-ലോ ആണ് തുടങ്ങുന്നത് എങ്കിൽ വാർദ്ധക്യം അതിനകം സംഭവിച്ചു കഴിഞ്ഞിരിക്കും. പ്രായവും പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെയാണ് സൗന്ദര്യവും പ്രമേഹവും തമ്മിലുള്ള ബന്ധം. കൃത്യമായ സമയത്ത് ശരിയായ ചികിത്സ, പ്രത്യേകിച്ചും ഇൻസുലിൻ ഇഞ്ചക്ഷനുകൾ, കൃത്യമായ ഇടവേളകളിൽ ഗ്ലൂക്കോമീറ്റർ ഉപയോഗപ്പെടുത്തി രക്തപരിശോധന നടത്തി ചികിത്സാ സംവിധാനങ്ങൾ മാറ്റുന്ന ഒരു രീതി, മെച്ചപ്പെടുത്തുന്ന ഒരു രീതി, അത് നമുക്ക് സ്വീകരിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രമേഹ രോഗികൾക്ക് സൗന്ദര്യം നഷ്ടപ്പെടും. അത് തന്നെ പ്രായാധിക്യത്തിൻ്റെ മറ്റൊരു സൂചനയാണ്. നമ്മൾ ചില സിനിമാ നടന്മാരെയും നടികളെയും കണ്ടിട്ടില്ലേ? ചിലർ നന്നേ വണ്ണം വയ്ക്കുന്നത് പോലെ നമുക്ക് തോന്നും. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് മെലിയുന്നതായിട്ട് കാണും. വണ്ണം കൂടുമ്പോൾ പ്രമേഹം വരുന്നതാണ്. പ്രമേഹം ഒരുപാട് കൂടുതലാകുമ്പോഴത്തേക്ക് മെലിയാൻ തുടങ്ങും. കുറേ കഴിയുമ്പോഴത്തേക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻ തുടങ്ങും. ഗ്ലൂക്കോമീറ്ററൊക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ട് നോക്കുവാനൊന്നും കഴിയുന്നില്ലായിരിക്കാം, സമയക്കുറവായിരിക്കാം, അല്ലെങ്കിൽ പ്രമേഹ വിദ്യാഭ്യാസത്തിനായിട്ട് അവർക്ക് സമയം കിട്ടാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പരസ്യമായിട്ട് വിദ്യാഭ്യാസ വേളകളിൽ പങ്കെടുക്കുവാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം. പിന്നീട് ഇവർ വണ്ണം വെച്ച് തുടങ്ങും. ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നു, ആഹാരം കഴിക്കുന്നു, ഷുഗർ കൂടുന്നു, ഇഞ്ചക്ഷൻ അളവ് കൂട്ടുന്നു, പിന്നും വിശപ്പ് കൂടുന്നു, ആഹാരം കൂട്ടുന്നു, ആകെ വികൃതമാകുന്നു.
കുറേ കഴിയുമ്പോഴത്തേക്ക് ഹാർട്ട് അറ്റാക്ക്, ഡയാലിസിസ്, റെറ്റിനോപ്പതിക്ക് ലേസർ ചികിത്സ, കഥ അങ്ങനെ തുടരും. ചുരുക്കി പറഞ്ഞാൽ പ്രമേഹവും പ്രായവുമായിട്ട് അഭേദ്യമായ ബന്ധമാണുള്ളത്. ശരിയായ ചികിത്സ സ്വീകരിക്കാത്ത പ്രമേഹ രോഗികൾക്ക് പ്രായം പെട്ടെന്ന് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ബയോളജിക്കൽ ഏജ് എന്നും ക്രൊണോളജിക്കൽ ഏജ് എന്നും കേട്ടിട്ടില്ലേ? നമുക്ക് 80 വയസ്സായാലും പ്രമേഹ രോഗി വിവേകപൂർവ്വമാണ് പ്രമേഹം ചികിത്സിക്കുന്നത് എങ്കിൽ ഒരു 40 വയസ്സുകാരനെ പോലെ ജീവിക്കാൻ സാധിക്കും. നേരെ മറിച്ചും സംഭവിക്കാം. അതാണ് ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. JDC ഡയബറ്റീസ് ജെംസ് വീഡിയോ പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്തെ ജ്യോതിദേവ്സ് ഡയബറ്റീസ് ആൻഡ് റിസർച്ച് ടീം അംഗങ്ങളിൽ നിന്നും ഒന്നുകൂടി ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത മാസം വീണ്ടും കാണും വരെ ബൈ ബൈ.